ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കുറേ ആയി ഇതിങ്ങനെ ചെയ്യണം എന്ന് കരുതിയിട്ട് അപ്പം ഞാൻ ഇന്നൊന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഏതായാലും സ്കൂളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കരുതി ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. കൂട്ടുകാരെ, ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ കാണിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാൻ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്താണ് പുറത്തുനിന്നുള്ള ഭാഗങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് ഒന്ന് എളാപ്പാൻ്റെ കുട്ടി, ഒന്ന് എൻ്റെ മോനാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ട് എളാപ്പാൻ്റെ വീടുകളാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒപ്പയാണ് മൂത്തത്. ഞങ്ങൾ തറവാട്ടിൽ എൻ്റെ ഒപ്പൊക്കെ സുഖമില്ലാത്തതായതുകൊണ്ട് വീടൊന്നും വെക്കാനുള്ള ഒരു പ്രാപ്തിയൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ തന്നെ ഉണ്ടെന്നതിന് അങ്ങനെ പിന്നെ വീടിനോടുള്ളൊരു ഇതൊക്കെ പോയി. അതെല്ലാം ഉപ്പ പറഞ്ഞിരുന്നു വീട് വെക്കണം എന്നില്ല. പിന്നെ ഉപ്പാക്കും തന്നെ അതന്നെ മതി എന്നുള്ളൊരു ഇതായിട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗത്തോട്ട് വന്നിക്കണം കേട്ടോ. അവിടെ ഉമ്മ ആറിയിട്ടതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയും കുഞ്ഞാവൊക്കെ ഉണ്ട്. ജനിച്ച വളർന്ന വീട് കേട്ടോ. അപ്പം നമ്മൾ ഈ വീടൊന്ന് ഹോം ടൂർ ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ. കുറേ അതിനതിപ്പോൾ നമ്മൾ എന്നും നമുക്ക് കാണാമല്ലോ. പൊളിച്ചാലും മാറ്റിയാലും തട്ടിയാലും നേരാക്കിയാലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം മുട്ട് ഇതൊക്കെ അല്ലേ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അമ്മായിൻ്റെ കുട്ടികൾ, എളാപ്പാൻ്റെ കുട്ടികൾ എല്ലാവരും ഇതേ കൂടി ഓടി കളിച്ച് വളർന്നതാണ്. ഇനി വരുന്ന തലമുറക്കുള്ള കളി കുറച്ച് കുറവുള്ളത് കേട്ടോ. മറ്റേ ഞങ്ങളിവിടെ 4 തെങ്ങുണ്ടായിരുന്നു. ഈ 4 തെങ്ങൊന്ന് സാറ്റ് കളിച്ചാന്ന് അറിയുന്നത്. അതേപോലെ ഓടിപ്പിടിച്ച് അങ്ങനെ ഓടിക്കളിക്കുമല്ലോ 4 മൂല, അങ്ങനത്തെ പലവിധ കളികൾ ഈ മുറ്റത്ത് കളിച്ച് വളർന്നതാട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ ഇപ്പോൾ ഈ മുറ്റം കൊണ്ട് നമുക്ക് പറയാനുള്ള ഇവിടെ വലിയൊരു മാവുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. എത്രങ്ങാനും ഒരു മാങ്ങ ഉണ്ടാവുക എന്നറിയോ. എന്നിട്ടില്ലേ എന്നിട്ട് അത് പെറുക്കാൻ എണീക്കുന്നതാണ് വേറെ രസം. മാമ നീച്ചും, ഞങ്ങൾ നീച്ചും, ആപ്പാര് നീച്ചും, എല്ലാവരും ഓരോ സ്റ്റെപ്പ് ആയിട്ടായിട്ട് നീച്ചു കേട്ടോ. ഓരോരുത്തർ എണീച്ച് വരുമ്പോൾ എല്ലാവർക്കും തിന്നാല മാങ്ങ കിട്ടാനുണ്ട്. അങ്ങനെ ഇതിപ്പോൾ വെട്ടാനുണ്ടായോ മൂച്ചി ഇവിടുന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇപ്പോൾ വെട്ടാൻ എന്താ വെച്ചാൽ കാരണം നമ്മൾ പെരൻ്റെ മേലേക്ക് വന്ന് ചാടുന്നില്ല ഒരു പ്രതീക്ഷയിലാണ് അത് വെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാൽ എന്താ അറിയോ, വെയിലാവുന്ന സമയത്ത് നമുക്കിവിടെ ഇരിക്കാൻ കഴിയില്ല. അത്രയും ചൂടാണ്. ഈ റൂമുകളിൽ തന്നെ നമുക്ക് കടക്കാനേ കഴിയില്ല. ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. ഇപ്പോൾ പൊതുവെ ചൂടിൻ്റെ അത് കൂടും ചെയ്തില്ലേ, ശക്തി കൂടിയാലോ. ഓരോ വർഷം കൂടുന്നിടത്തോളം നമ്മൾ ചൂട് കൂടി വരികയാണ്. അപ്പം നമുക്കിപ്പോൾ നമ്മൾ ഹോം ടൂറാണ് ചെയ്യാതിരുന്നത്. നമ്മൾ കഥ പറഞ്ഞങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ കാണിക്കാനുള്ള നമ്മളൊരു തൊഴുത്തുണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ. ഇത് നമുക്കിവിടെ പശു ഉണ്ടായിന് അന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ പശുവൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ അവിടെ വിറകെല്ലാം ഇട്ട് വെക്കലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു കിണറും ഉണ്ട്. ഇത് ആദ്യം ഇപ്പോഴാണ് ഇത് പടുത്തക്ക് കേട്ടോ. കുറേ കാലങ്ങളായിട്ട് ഇത് പടുക്കാതെ ഇങ്ങനെ നിൽക്കേന്. ഇപ്പോഴാണിത് പടവെല്ലാം വെത്തിയത് കേട്ടോ. ഇതാണ് നമ്മളെ കിണർ.
അങ്ങനെ നമ്മളിതാ കിണറിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ ഉള്ളിലോട്ട് പോവാൻ. അതേപോലെ തന്നെ ഈ സൈഡിൽ കൂടി ഒരു ഡോറുണ്ട് കേട്ടോ. അടുക്കളൻ്റെ ഈ ഭാഗത്തേക്കില്ലേ ഒരു ഡോറും കൂടി ഉണ്ട്. സ്റ്റോപ്പ് ചെയ്തോ. അപ്പോൾ ഗൈസ് വരിഞ്ഞ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഞാനും എൻ്റെ മക്കൾ. ഇതാണ് നമ്മളെ പൂമുഖം. പൂമുഖവാതിൽക്കൽ സ്നേഹം ആരാണ്? ഞാനാണ്. അങ്ങനെ ഇതാ നമ്മൾ പൂമുഖത്തേക്ക് കടന്നു കേട്ടോ. ഇതാണ് നമ്മളെ വലിയൊരു ഹാള്. എല്ലാവരും വന്നാലും നമ്മൾ ഇവിടെ ഇരിക്കും. എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം എല്ലാം പറയും. കാണുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? ലൈറ്റ് ഇട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മള് ആരെങ്കിലും വന്ന സ്പെഷ്യലായിട്ട് ഭക്ഷണം എല്ലാം കൊടുക്കുന്ന ഒരു ടേബിൾ. അതിൽ കുറച്ച് ചെയറുകളും. അങ്ങനെ വന്നിട്ട് നമ്മൾ ഈ പൂമുഖത്ത് തന്നെ നമുക്ക് 2 റൂമുണ്ട് കേട്ടോ. ഒന്ന് ഇത് ഫസ്റ്റ് റൂം. ഇതിലാണ് ഇപ്പം നമ്മുടെ വാസം. ഇതിലാണ് ഞാനും എൻ്റെ കുട്ടികളും വന്നാൽ കിടക്കൽ കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർക്കില്ലേ. ഞങ്ങൾ മാമാക്ക് എത്ര 9 മക്കളാണ്. അതിൽ എല്ലാവർക്കും ഓരോ റൂമുണ്ടായിരുന്നു. അതിൽ ഇതിലൊരു ആപ്പാൻ്റെ റൂമിൽ ഓല് പോയപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കട്ടിലുണ്ട്. അതുപോലെ ഈ അലമാര ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രസവമൊക്കെ ആയിരുന്ന സമയത്ത് കുട്ടിയൊക്കെ ആയപ്പോഴത്തേന് കുറേ ഡ്രസ്സും കാര്യങ്ങളും ഇതിങ്ങനെ പുറത്തേക്ക് തൂങ്ങി കിടക്കേണ്ടി എഴുതിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിങ്ങനെ എനിക്ക് അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് സെറ്റ് ചെയ്ത് അലമാര പോലെ തന്നെ ഓല് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു അലമാരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെൻ്റെ മാമ വേറെ വീട് വെച്ച് പോയപ്പോൾ എനിക്ക് തന്നതാട്ടോ ഈ അലമാര. പിന്നെ ഒരു കേടും ഇല്ല. കുറേ ഡ്രസ്സും ഇതും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. എൻ്റെ പഴയ കാര്യങ്ങളും ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കുകയാണെങ്കിൽ കുറേ ഓർമ്മകൾ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. എൻ്റെ പഴയകാല ഓർമ്മകളാണ് ഈ അലമാര. പിന്നെ ഈ കർട്ടന് ഇത് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കല്യാണം ആയപ്പോഴത്തേന് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ കുഞ്ഞു മോളെ തൊട്ടി. ലാലാല ആടുന്ന തൊട്ടി. എൻ്റെ അമ്മ പണ്ടത്തെ കോല് ഇതാണ് മക്കളെ തൊട്ടിക്കോല്. ഇപ്പോഴത്തെ തൊട്ടിക്കോല് ഒരു കൊക്കയാണ്. ഇത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളപ്പാൻ്റെ കള്ളിത്തുണിയാണ്. എൻ്റെ ഒപ്പം ഇല്ല, അപ്പാൻ്റെ തുണിയാണിത്. എൻ്റെ കുട്ടിക്ക് തൊട്ടിയായിട്ട് കെട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പോകുന്നപ്പോൾ നമ്മളിതാ ഒരു റൂം കാണിച്ച് 2ാമത്തെ റൂമിലോട്ട് പോവാം കേട്ടോ. ഇതാണ് നമ്മളെ 2ാമത്തെ റൂം. ഇത് ലൈറ്റ് ഇടാൻ ഇതിൽ കുറേ സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളാണ് കേട്ടോ. ലൈറ്റ് ഇടാൻ പറ്റുമോ? ചിഞ്ചുമേമ പോയി ലൈറ്റ് ഇട്ടുക. ഇതൊക്കെയാണ് ഇത്തെ സാധനങ്ങൾ കേട്ടോ. അതിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മടക്കി. ഇത് ഞങ്ങൾ പാപ്പാക്ക് സുഖമില്ലാതായപ്പോൾ ഞങ്ങൾ വാങ്ങിയ കട്ടിലാണ് കേട്ടോ. പിന്നെ കടക്കൊക്കെ ഇപ്പോൾ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് കുറേ ആൾക്കാർ പോയി. അപ്പോൾ പിന്നെ കട്ടിലൊക്കെ കേടൊന്ന് ഒഴിവാക്കി കടക്ക അങ്ങനെ മടക്കി വെച്ചത്. പിന്നെ അമ്മാമ്മ തലക്കണി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കുറേ തലക്കണികളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് അമ്മാമ്മ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. കുറേ തലക്കണികൾ. പേരക്കുട്ടികൾ മക്കളൊക്കെ വരാനില്ലേ അതിൽ. അപ്പോൾ എല്ലാവർക്കും വന്നാൽ തലക്കണി കണ്ടുവരുമല്ലോ. അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. ഇന്നില്ല വീടുകളിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇത് പിന്നെ നിങ്ങളെ റൂമിലുള്ളത് ആ പനിയുടെ റൂമേനു കേട്ടോ. അതിൻ്റെ ഉയരം നോക്ക്, വലിയരയാണ് കേട്ടോ. അത് നല്ല ഹൈറ്റിലാണ്. അങ്ങനെ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം കേട്ടോ. സേഫും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓതോനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇത്രയുള്ളൂ ഈ റൂം. അപ്പോൾ അനിയത്തിയാണ് ഈ റൂം കയ്യേറിയിരിക്കുന്നത് കേട്ടോ. ഉള്ള സാധനങ്ങളൊക്കെ ഉള്ള അരി വെക്കും. അങ്ങനെ വന്ന് നമ്മളിതാ ഒരു നടുവച്ചത്തല്ലേ കിട്ടാച്ചു. ഇതാണ് നമ്മളെ നടുവച്ച്. ഇതാണ് ഒരു റൂം. ഇത് ഞങ്ങളെപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെപ്പ കടങ്ങിയ സ്ഥലമാണ് ഇവിടെ. ഇതാണ് ഇപ്പൻ്റെ റൂം. ഇവിടേക്കൊക്കെ എത്തുമ്പോൾ എന്തായാലും അവരൊന്നും ഓർക്കാതെ ഇരിക്കൂല നമ്മൾ. ഒരു നിമിഷം എന്തായാലും അവർ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവും. മറ്റേ നമ്മളെ മനസ്സിൽ നിന്നൊന്നും ആരും എത്ര കാലമായാലും പോകൂല കേട്ടോ. ഇതാ മാല, തസ്ബീ മാലകളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ പല സ്ഥലം. പിന്നെ ഇവിടെ ഒരു ഓടക്കോല് പോലത്തെ ഒരു പൊത്തുണ്ടാവും കേട്ടോ. പണ്ടുള്ള വീടുകളെ ഒരു ഇതാണിത്. ഇങ്ങനെ ഒരു വൈകിട്ട് കൊടുക്കുക എന്നാ പറയുക അതിന്.
അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും കാണാൻ, ഇവിടുന്ന് അങ്ങോട്ടും നോക്കിയാൽ കാണാം. ഇന്നില്ല കാലത്ത് ആരും കാണൂല. ഇത് പണ്ടത്തെ ഓരോ റൂമുകൾക്ക്. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ തായ്യരത്തേക്ക് ഇറങ്ങി കേട്ടോ. ആ നടുവജ്ജിലൂടെ, ആ നടുവജ്ജിൽ ഇപ്പം കിടന്ന തായ്യരത്തിലൂടെ ഇറങ്ങി. ഇതാണ് ഉമ്മാമാൻ്റെ റൂം കേട്ടോ മക്കളെ. ഉമ്മാമ ഇപ്പോൾ ഇവിടെ ഇല്ല. ഉമ്മാമാക്ക് വാവുമായിട്ട് ഉമ്മാമ എളാപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ ഉമ്മാമ 2 ദിവസം കഴിഞ്ഞാൽ വരും പറഞ്ഞു, സുഖമായിട്ട് വരും എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ കുറേ ദിവസമായി പോയിട്ട്, സുഖമില്ലാതായിട്ട് പോയിട്ട്. വെള്ളിയാഴ്ച വരും പറഞ്ഞതാ. അപ്പത്തിന് അമ്മക്ക് പിന്നെയും പനി വന്നിട്ട്, അപ്പം ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടതേനു. അമ്മ വരുന്നുണ്ട് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇനി എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ പനിയെല്ലാം മാറി ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം പെട്ടെന്ന് പനിയെല്ലാം സുഖമാവാൻ കേട്ടോ. അതിനിപ്പോൾ നമ്മൾ മാമൻ്റെ റൂമിലേക്ക് തായ്യരത്തുനിന്നാട്ടോ നമ്മളിങ്ങനെ പോകും. അതാണ് ഒരു തായ്യരം വരുന്നത് കേട്ടോ. അമ്മേ ഇത് തായ്യരം കേട്ടോ. മാമൻ്റെ റൂമിങ്ങനെ ഞാൻ അത് അടക്കട്ടെ കേട്ടോ. ഇതാണ് ഈ തായ്യരം എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇവിടെ തന്നെ നമുക്ക് മാമ വയസ്സായി വന്നല്ലേ. അപ്പം നമ്മളിവിടെ ഉള്ളിലൊരു ബാത്റൂം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാണ് ബാത്റൂം കേട്ടോ. ഒരു ബാത്റൂം ഉണ്ടാക്കിയതാണ് ഈ ഹാളിൽ നിന്ന്. എല്ലാവർക്കും ഉപയോഗിക്കുകയും ചെയ്യാലോ വീട്ടിൽ. അങ്ങനിപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതിന് താഴെ എത്തുന്നതിന്. ഇതാണ് ഞങ്ങളെ ഉമ്മാൻ്റെ പണ്ട് റൂം ഉണ്ടായിരുന്നു കേട്ടോ. കാണിക്കാനില്ല. വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി കേട്ടോ. അത് പഴയ പേരല്ലേ. ഇനിയിപ്പോൾ ഇത് വൈറ്റ് വാഷ് ചെയ്യുമോ ഇതൊന്നും ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ അപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം. ഞങ്ങളെ ചെറുപ്പത്തിലുള്ള റൂം കേട്ടോ. എത്ര പോകുന്ന റൂമിലാണ് ഞങ്ങൾ കഴിഞ്ഞത് കേട്ടോ. അതിനൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. നിലത്ത് ഞാനും ജഞ്ചത്തെയും കിടക്കുന്നിട്ട് ഞങ്ങൾ തല്ലുകൊടുക്കും. പിറ്റേന് രസമാണ് ഇതൊക്കെ കേട്ടോ. ഇതും ഈ റൂമെന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു നോട്ടം നോക്കി ഞങ്ങൾ അപ്പാനെ കണ്ടിരുന്നു. ഇപ്പം ഈ ഒരു 1.5 കൊല്ലമായി, 1 കൊല്ലം ആവാനായി തുടങ്ങി. പാപ്പ മരിച്ചിട്ട് അല്ലേ. പിന്നെ ഒരു ഹാള്, അരി സാധനങ്ങൾ ഇതൊക്കെ വെക്കണം. അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ ബാഗ് വെച്ചതുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. സോപ്പ് സാധനം, അവനാനും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കൂട്ടോ. അങ്ങനെ പോകുന്നു നമ്മളിതാ. ഇതാണ് അടുക്കള. അങ്ങോട്ട് വയ്ക്കാം. സെറ്റ് തലയിൽ മക്കളെ ഇട്ടിട്ട് അതൊന്നും ചേർക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മൾ തായ്യരത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു നടുവജ്ജ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇവിടെ ഒരു നടുവജ്ജ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇതിവിടെ നമ്മൾ ഇറക്കി കട്ടിയ ഒരു അടുക്കള ഉണ്ട് കേട്ടോ. ഇവിടെ ആദ്യമെല്ലാം ചോറെല്ലാം വെച്ചിനി. ഇപ്പോൾ ഇവിടെ ഉള്ളിൽ തന്നെ ആക്കിയതാണ് കേട്ടോ. പിന്നെ വെള്ളം കാച്ചാനും മാമാക്ക് സൗകര്യം അതൊക്കെ ഇവിടെ ഇരുന്നു. ഇപ്പം ഞങ്ങൾ എന്തായാലും എല്ലാവരും ഉള്ളിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ നടുവജ്ജിനും പോന്നിട്ട് ഇതാണ് നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കള എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കൽ കേട്ടോ. വന്നില്ലേ. ഇതാണ് നമ്മളെ ടേബിള്. ഈ ടേബിളുമ്മേനെ ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കൽ കേട്ടോ. അപ്പം ഇതാണ് പിന്നെ ഒരു കബോർഡും ഉണ്ട് ഇതിലായിട്ട് വരുന്നത് കേട്ടോ. ഇതാണ് പിന്നെ എൻ്റെ അമ്മമാര് പിന്നെ ഞങ്ങൾ വീഡിയോയിലൊക്കെ ഇപ്പോൾ കാണലുണ്ടല്ലേ അല്ലേ അമ്മ. ഞങ്ങൾ രണ്ടാളും ഇപ്പം ഇടക്കിടക്ക് വരും. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ റൂം ഇട്ടോ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ടില്ല റൂമാണ് കേട്ടോ. ഈ റൂമിൽ തന്നെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ. ഇതാണ് നമ്മളെ മെഷീൻ. അടിക്കലിലെ മെഷീൻ എന്താ പറഞ്ഞില്ലേ. ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയതാട്ടോ. ശിയാബ്ദങ്ങളല്ലേ അല്ലേ അമ്മ. ലീഗിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയതാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റീൻ്റെ വകയായിട്ട് കേട്ടോ. ഇതാ പിന്നെ ഒരു പൊട്ടിയ അലമാര. ഇത് ഇഞ്ച അലമാരേനല്ലമ്മ ആണ്. എന്നിട്ട് ഇച്ച് മറ്റേ അലമാരൊക്കെ ഞങ്ങളൊക്കെ വെക്കലാണ് കേട്ടോ. റൂം ഇഷ്ടം പോലെ ഉണ്ട്. ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കുമല്ല അങ്ങനെ. എന്നാലും മണ്ടിൽ നമുക്കൊരു ഓർമ്മ എടുത്ത് വെച്ചിട്ടുണ്ടോ. അങ്ങനെ പടുക്കളയിൽ തന്നെ പുറത്തേക്ക് തന്നെ നമ്മൾ ഹാളിൻ്റെ പിടിക്കലിൽ കാണുന്നൊരു വിധത്തിലൊരു വാതിലും അപ്പുറം കണ്ട നമ്മളപ്പുറത്തെ തൊടുക്ക് കേട്ടോ. ഇതിലെ തന്നെ ആദ്യം ഉണ്ടായിന് അടുക്കളയ്ക്ക് ഒരു വഴി കേട്ടോ. ഇപ്പോൾ അവിടെ അടച്ചു വെച്ചു കേട്ടോ. എല്ലായിടത്തും കൂടി വഴിയാണെന്ന് പറഞ്ഞിട്ട്
അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ വീടിൻ്റെ വീഡിയോ എപ്പോഴും ഒന്ന് എടുത്ത് വെക്കണമെന്ന് കരുതി. ഇന്ന് എനിക്ക് അതിനായിട്ടൊരു സമയമോ സൗകര്യമോ ആളോ ഒക്കെ കിട്ടിയപ്പോൾ ഞാനിപ്പം എടുത്ത് വെച്ചേ. നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.